നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ ഡിവൈസ് ആണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേസ്. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേസ് എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ദ ഇലക്ട്രോൺ ബീം ഈസ് സ്വെപ്റ്റ് അക്രോസ് ദ സ്ക്രീൻ വൺ റോ അറ്റ് എ ടൈം ഫ്രം ടോപ്പ് ടു ബോട്ടം. യെസ്, ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ CRT പഠിച്ച CRTയിൽ എന്താണ് ഇലക്ട്രോൺ ബീം ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഹിറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് എവിടെയാണോ നമ്മളെ പിക്ചർ ഉള്ളത് അവിടത്തേക്ക് ഹിറ്റ് ചെയ്ത് ആ ഒരു സ്പോട്ട് നമുക്ക് കാണുക ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യും, നമ്മളെ ഓരോ റോയിലും ഇങ്ങനെ മൂവ് ചെയ്യും. ഓരോ റോയിലൂടെ മൂവ് ചെയ്യുക ചെയ്യുന്നത്. ഇതാ ഇലക്ട്രോൺ ബീം സ്വെപ്റ്റ് അക്രോസ് ദ റോ വൺ റോ അറ്റ് എ ടൈം. ഒരു ടൈമിൽ ഒരു റോയിൽ മൂവ് ചെയ്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്. ഓക്കെ, ദെൻ ഈച്ച് റോ, ഓരോ റോയിനും നമ്മൾ എന്താ പറയുന്നത് ഈസ് റെഫേർഡ് ടു ആസ് സ്കാൻ ലൈൻ. ഓരോ റോയിനും നമ്മൾ സ്കാൻ ലൈൻ എന്നാണ് പറയുന്നത്. സോ ഓരോ റോയിലും ഫസ്റ്റ് റോ ആണെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് സ്കാൻ ലൈനിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് മൂവ് ചെയ്ത് അതിൻ്റെ റൈറ്റ് സൈഡിലെത്തും. റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് അത് വരും. ദെൻ നെക്സ്റ്റ് സ്കാൻ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് റൈറ്റിലേക്ക് എത്തി ദെൻ നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് വരും. ഓക്കെ, ദ പിക്ചർ ഡെഫിനിഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ഫ്രെയിം ബഫർ. ഹിയർ പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫ്രെയിം ബഫറിലാണ്. This memory area holds the set of intensity values for the screen points. ഈ ഫ്രെയിം ബഫർ അല്ലെങ്കിൽ നമുക്കിതിനെ റിഫ്രഷ് ബഫർ എന്ന് പറയും. ഓക്കെ, ഈ മെമ്മറി ഏരിയയിൽ എന്താണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ദ സെറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി വാല്യൂ ഫോർ ദ ഓരോ സ്ക്രീൻ പോയിന്റിന് വേണ്ടിയും സെറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദീസ് സ്റ്റോർഡ് വാല്യൂസ്, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി വാല്യൂസ് are retrieved from the refresh buffer and used to control the intensity of electron beam. Yes, ഇതെന്ത് ചെയ്യും, നമ്മളെ റിഫ്രഷ് ബഫറിന് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി റിട്രീവ് ചെയ്തിട്ടാകുമ്പം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് കൺട്രോൾ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോളിങ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം സ്പോട്ട് ടു സ്പോട്ട് അക്രോസ് ദ സ്ക്രീനിന് ഓരോ സ്പോട്ടിലേക്ക് മൂവ് ചെയ്യുമ്പം മൂവ് ചെയ്യുന്ന ആ ഇലക്ട്രോണിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റത്തെ സ്കാൻ ലൈനിലൂടെ പോകും. നമുക്ക് ആ ഫിഗറിൽ C എന്ന പിക്ചർ നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്കാൻ ലൈനിലൂടെ പോകും. നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, സോ ഇതെന്ത് ചെയ്യും, ഫസ്റ്റ് സ്കാൻ ലൈനിലൂടെ പോകും. ഫസ്റ്റ് സ്കാൻ ലൈനിൽ ഫുള്ള് എന്തായിരിക്കും നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ സെക്കൻഡ് സ്കാൻ ലൈനിലെത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ ഇവിടെ എവിടെയാണോ നമ്മൾ ഈ റെഡ് കളർ ഉണ്ട്, റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യാൻ നമുക്ക് ആ സ്ക്വയറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ആ റെഡ് കളറിൻ്റെ അവിടെ എത്തുമ്പം നമ്മൾ ഇൻറ്റൻസിറ്റി എന്താകും ഓണം. അത്ര വരെ ഇൻറ്റൻസിറ്റി ഓഫിലായിരിക്കും ഉണ്ടാവുക. ദെൻ എപ്പോഴാണ് ആ റെഡ് കളറിൻ്റെ അവിടെ എത്തുന്നത്, നമ്മളെ ഇലക്ട്രോൺ ഈ ലൈനിലൂടെ ഒക്കെ പാസ് ചെയ്യും. ഫസ്റ്റ് ലൈനിലൂടെ പാസ് ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, സെക്കൻഡ് സ്കാൻ ലൈനിലൂടെ വന്നു. ഫസ്റ്റ് സ്കാൻ ലൈനിൽ നമുക്ക് എന്തില്ല, നമുക്കവിടെ എല്ലാം ഇൻറ്റൻസിറ്റി ഓഫായിട്ട് ഉണ്ടാവുക. കാരണം നമുക്ക് ഡിസ്പ്ലേൻ്റെ ഫിഗർ, അതായത് റെക്റ്റാങ്കിൾ എന്ന ഫിഗറിൻ്റെ ഒന്നും ആ ഒരു സ്കാൻ ലൈനിൽ ടച്ച് ചെയ്യുന്നില്ല പാർട്ട്. സോ അതെന്ത് ചെയ്യും, ഓഫായിട്ട് തന്നെ വരിക. ഓക്കെ, ദെൻ സെക്കൻഡ് സ്കാൻ ലൈനിലെത്തി ഇത്ര വരെ എത്തി. ദെൻ ഈ റെഡ് മാർക്ക് ആണെന്ന് എടുക്കുക, എന്തായും ഇത്ര വരെ നമ്മളെ ഇൻറ്റൻസിറ്റി ഓഫിലായിരിക്കും ഉണ്ടാവുക. ദെൻ ആ റെഡ് മാർക്ക് എന്തിനാണ് നമ്മളെ ട്രയാങ്കിൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ, ട്രയാങ്കിളിൻ്റെ ഒരു പാർട്ട് അവിടെ വരുന്നുണ്ട്. സോ ട്രയാങ്കിൾ അവിടെ വരുന്നതുകൊണ്ട് അവിടെ എന്തായിരിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്തു അല്ലേ, നമ്മളെ ഇലക്ട്രോണിൻ്റെ ഇൻറ്റൻസിറ്റി ഹൈ ആയി. ദെൻ അത് കഴിഞ്ഞ പാട് നെക്സ്റ്റ് സ്പോട്ടിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇൻറ്റൻസിറ്റി ലോ ആയി. ഓക്കെ, ദെൻ അതുപോലെ തേർഡ് സ്കാൻ ലൈൻ, ദെൻ ഇവിടുത്തെ എൻഡ് എത്തി, സെക്കൻഡ് സ്കാൻ ലൈൻ്റെ എൻഡ് എത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, തേർഡ് സ്കാൻ ലൈനിലേക്ക് വന്നു. തേർഡ് സ്കാൻ ലൈനിൽ ടിൽ നമ്മൾ ആ ട്രയാങ്കിൾ വരുന്ന അത്ര വരെ നമ്മളെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും ഓഫായിരിക്കും ഉണ്ടാവുക. ദെൻ ആ ട്രയാങ്കിൾ വരുന്ന ആ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മളെ ഫിഗർ, നമുക്ക് ഡിസ്പ്ലേയുടെ ഫിഗർ അവിടെ വരുന്നുണ്ട് അല്ലേ. സോ ആ ഫിഗർ വരുന്ന ആ പാർട്ട് എത്തുമ്പോൾ നമ്മളെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, ഹൈ ആയി. ദെൻ നെക്സ്റ്റ് സ്പോട്ട് എത്തുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, ലോ ആയി. ഓക്കെ, ദെൻ അടുത്ത സ്പോട്ടിൽ എന്ത് ചെയ്തു, ഇൻറ്റൻസിറ്റി അവിടെ നമ്മൾ ട്രയാങ്കിൾ ഒരു പാർട്ട് വരുന്നുണ്ട്. സോ ഇൻറ്റൻസിറ്റി ഹൈ ആയി. പിന്നെ അങ്ങോട്ടുള്ള പാർട്ടിൽ എന്ത് ചെയ്യും, ഇൻറ്റൻസിറ്റി ലോ ആയിരിക്കും. ഓക്കെ, സോ ഇതുപോലെ വർക്ക് ചെയ്യുക. ദെൻ എഗെയിൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് അതായത് നമ്മൾ എന്ത് ചെയ്യും, തേർഡ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ ഇലക്ട്രോൺ ബീം പാസ് ചെയ്തു. ഇനി എന്ത് ചെയ്യും, തേർഡ് സ്കാൻ ലൈനിലേക്ക് വരും. സോ തേർഡ് സ്കാൻ ലൈനും ഇതുപോലെ വർക്ക് ചെയ്യും.
ഓക്കെ, ഈ ഇൻറ്റൻസിറ്റി ലെവൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടില്ല, മീൻസ് ഓരോ സ്പോട്ടിൽ ഇൻറ്റൻസിറ്റി ഹൈ വേണോ ലോ വേണോ എന്നില്ല സ്റ്റോർ ചെയ്തത് നമ്മൾ പറയുന്ന റിഫ്രഷ് ബഫറിലാണ്. സോ ഇത് ഈ നമ്മളെ ഇലക്ട്രോൺ ബീംസ് ഇതുപോലെ സ്കാൻ ചെയ്യുന്ന ടൈം ഈ ഇലക്ട്രോൺ ബീംസിൻ്റെ മൂവ്മെൻറ്റും ഈ സ്കാനിങ്ങും നമ്മളെ റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി വാല്യൂസും കൂടെ സിങ്ക്രോണൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ലൈറ്റ്, അതായത് നമുക്ക് ആ ഫിഗർ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ആ ഫിഗറിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഫിഗർ എവിടെയാണോ ഫിഗർ വരുന്നത് ആ ഫിഗറിൽ എത്തുമ്പം ഇൻറ്റൻസിറ്റി ഹൈ ആവും. ഓക്കെ, സോ അവിടുന്ന് നമുക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഫിഗർ വിസിബിളായിട്ട് കാണുന്നത്. ഓക്കെ, സോ ഇതുപോലെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ refreshing on Raster scan display is carried out at the rate of refreshing carried out ചെയ്യുന്നത് 60 to 80 frames per second ആയിരിക്കും. ഓക്കെ, റിഫ്രഷിങ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് ദ ഫോളോയിങ് റീട്രേസ് ടെക്നിക്. റിഫ്രഷിങ് ചെയ്യുന്നത് ഏത് ടെക്നിക്ക്, റീട്രേസിങ് ടെക്നിക്സ് ആയ ഹൊറിസോണ്ടൽ റീട്രേസും വെർട്ടിക്കൽ റീട്രേസും വെച്ചിട്ടാണ്. അതായത് ഫസ്റ്റ് എന്ത് ഇലക്ട്രോൺ ബീം ഇവിടുന്ന് ഫസ്റ്റ് സ്കാൻ ലൈനിൽ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡ് വരെ, അതായത് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് എത്തി. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓറഞ്ച് ഇതിൽ മാർക്ക് ചെയ്ത ലൈൻ കണ്ട, സോ അതാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ റീട്രേസ് ചെയ്തു. ദെൻ അത് എവിടെ എത്തും, സെക്കൻഡ് സ്കാൻ ലൈനിലെത്തി. സെക്കൻഡ് സ്കാൻ ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ദെൻ അതിന് എൻഡിലെത്തി എഗെയിൻ ഹൊറിസോണ്ടൽ റീട്രേസ് ചെയ്യും. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈനിലെത്തിയാൽ അതെന്ത് ചെയ്യും, വെർട്ടിക്കൽ റീട്രേസ് ചെയ്ത് ഫസ്റ്റ് ലൈനിലേക്ക് എത്തും. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ബീം സ്വെപ്റ്റ് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. ദെൻ ഓരോ സ്കാൻ ലൈനിൻ്റെയും ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡിലെത്തി, ഏറ്റവും മോസ്റ്റ് റൈറ്റ് സൈഡിലെത്തിയാൽ അതെന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അതെങ്ങനെയാണ്, ഹൊറിസോണ്ടൽ റീട്രേസ് വഴിയാണ്. ഓക്കെ, ദെൻ ഹൊറിസോണ്ടൽ റീട്രേസ് മീൻസ് നെക്സ്റ്റ് ലൈനിലേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, ദെൻ അവിടുന്ന് സെക്കൻഡ് സ്കാൻ ലൈനിൽ സ്റ്റാർട്ട് തൊട്ടിട്ട് എൻഡ് വരെ പോകും. ദെൻ എൻഡ് വരെ മൂവ് ചെയ്യും നമ്മൾ ഇലക്ട്രോൺ ബീം. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ഫിഗർ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ ആ ഫിഗറിൻ്റെ പാർട്ട് അവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടും കുറക്കും ചെയ്യും. ഓക്കെ, അത് ഏതിൻ്റെ ബേസിലാണ്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത പിക്ചർ ഡെഫിനിഷൻ ബേസിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. ഏറ്റവും ബോട്ടത്തിലെ ലൈനിലെത്തിയാൽ ദെൻ എന്ത് ചെയ്യും, വെർട്ടിക്കൽ റീട്രേസ് ചെയ്തിട്ട് ഫസ്റ്റ് ലൈനിലേക്ക് പോകും, ഏറ്റവും ടോപ്പിലെ ലൈനിലേക്ക് പോകും. ഓക്കെ, the scan is synchronized with the axis of intensity values held in the frame buffer. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു സ്കാൻ എന്തിനോട് സിങ്ക്രോണൈസ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്ത ഇൻറ്റൻസിറ്റി വാല്യൂ ആയിട്ട് സിങ്ക്രോണൈസ് ചെയ്യുന്നത്. സോ ഓരോ ലൈനും സ്കാൻ ചെയ്യുമ്പോൾ ആ ലൈനിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ആ പിക്ചറിൻ്റെ പാർട്ട് വരുന്നുണ്ടെങ്കിൽ ദെൻ ആ സൈഡ് ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിലെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ദെൻ ആ പിക്ചറിൻ്റെ പാർട്ട് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്താവും, ലോ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സ്കാന് നമ്മൾ ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റിയുമായിട്ട് സിങ്ക്രോണൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. യെസ്, ദ മാക്സിമം റെസൊല്യൂഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ക്യാരക്ടർ ഓഫ് ദ മോണിറ്റർ, സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മോണിറ്റർ. സെക്കൻഡ്, the memory capacity available for storing the frame buffer. Then aspect ratio. What is an aspect ratio? It is the number of horizontal points to vertical points. Horizontal points na vertical points lekla the number of horizontal points to vertical points necessary to produce equal length of line. Yes, horizontal points, number of horizontal points to vertical points. Atra horizontal points und atra vertical points und അതിൻ്റെ കണ്ടീഷൻ എന്താണ്, യെസ്, നെസസറി ടു പ്രൊഡ്യൂസ് ഈക്വൽ ലെങ്ത് ഓഫ് ലൈൻ ഇൻ ബോത്ത് ഡയറക്ഷൻ ഓഫ് ദ സ്ക്രീൻ. ഒരു സ്ക്രീനിൻ്റെ രണ്ട് ഡയറക്ഷനിലും, അതായത് ഒരു സ്ക്രീൻ, യെസ്, ടു പ്രൊഡ്യൂസ് ഈക്വൽ ലെങ്ത് ഓഫ് ലൈൻ ഇൻ ബോത്ത് ഡയറക്ഷൻ ഓഫ് ദ സ്ക്രീൻ. സ്ക്രീനിൻ്റെ രണ്ട് ഡയറക്ഷനിലും, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷനും. ഓക്കെ, സോ അതിന് എത്ര പോയിൻറ്റ്സ് വേണമെന്ന്. Yes, the number of horizontal points to vertical points necessary to produce equal length of lines in both directions of the screen. An aspect ratio of 4:3 means, ഒരു aspect ratio 4:3 ആണെന്ന് പറയുന്നത്, that a horizontal line plotted with 4 lines. horizontal line എന്ത് ചെയ്തു, 4 lines വെച്ചിട്ട് പ്ലോട്ട് ചെയ്തു. ഓക്കെ, has the same length as vertical line plotted, has the same length as a vertical line plotted with 3 points. Yes, vertical line
3 പോയിൻറ്റ്സ് വെച്ച് പ്ലോട്ട് ചെയ്തതും ഹൊറിസോണ്ടൽ ലൈൻ 4 പോയിൻറ്റ്സ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തതും സെയിം ലെങ്ത് ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, the range of colors that can be displayed on a raster scan depends on both type of phosphor used in CRT and the number of bits per pixel available in the frame buffer. ഓക്കെ, റേഞ്ച് ഓഫ് കളേഴ്സ്, അതായത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന കളേഴ്സിൻ്റെ റേഞ്ച് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫറിനെയും സെക്കൻഡ് നമ്പർ ഓഫ് ബിറ്റ് പെർ പിക്സലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രെയിം ബഫറിൽ അവൈലബിൾ ആയ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ പിക്സലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ സിസ്റ്റം വിത്ത് 24 bits per pixel and a screen resolution 1024 by 1024 require 3 megabyte storage for the refresh buffer. Yes, 24 bits pixel ഉള്ള ഒരു സിസ്റ്റം, അതുപോലെ തന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ 1024 by 1024 ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് 3 MB ഓഫ് സ്റ്റോറേജ് ഫോർ ദ റിഫ്രഷ് ബഫറിന് 3 MB സ്റ്റോറേജും വേണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബിറ്റ് മാപ്പ് ഇമേജ്. എന്താണ് ഒരു ബിറ്റ് മാപ്പ് ഇമേജ് എന്ന് പറഞ്ഞാൽ a frame buffer with 1 bit per pixel നമ്മൾ ബിറ്റ് മാപ്പ് ഇമേജ് എന്ന് പറയുന്നത്. ദെൻ പിക്സ് മാപ്പ് ഇമേജ് എന്ന് പറയുന്നത് എ ഫ്രെയിം ബഫർ വിത്ത് മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽ ആയിരിക്കും. ദെൻ ടിപ്പിക്കലി റിഫ്രഷ് റേറ്റ്സ് ആ 60 to 80 frames per second ആയിരിക്കും റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഹൊറിസോണ്ടൽ റേ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ റേ ട്രേസ്? The horizontal ray trace, the return of the electron beam to the left of the screen after refreshing each scan line. Yes, ഓരോ സ്കാൻ ലൈൻ കഴിഞ്ഞ് അല്ലേ, ഫസ്റ്റ് സ്കാൻ ലൈൻ കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യും, ഒരു ഫസ്റ്റ് സ്കാൻ ലൈൻ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സെക്കൻഡ് സ്കാൻ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുന്നുണ്ട് അല്ലേ, സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. സോ അതിന് നമ്മൾ ഹൊറിസോണ്ടൽ റേ ട്രേസ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തതിന്. എന്താ വെർട്ടിക്കൽ റേ ട്രേസ് എന്ന് പറഞ്ഞാൽ ദ റിട്ടേൺ ഓഫ് ദ ഇലക്ട്രോൺ ബീമിൻ്റെ റിട്ടേൺ ടു ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ സ്ക്രീൻ. സ്ക്രീനിൻ്റെ അതായത് ഏറ്റവും ലാസ്റ്റ്, അതായത് ബോട്ടമിലെ സ്കാൻ ലൈനിലെത്തി ദെൻ ആ സ്കാൻ ലൈൻ ഫുൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ്, അതായത് ആ സ്കാൻ ലൈൻ്റെ റൈറ്റ് മോസ്റ്റ് പാർട്ടിലെത്തിയിട്ട് അത് ഇവിടത്തേക്ക് റിട്ടേൺ ചെയ്യും ഏറ്റവും ടോപ്പിലെ സ്കാൻ ലൈനിലെ ലെഫ്റ്റ് പാർട്ടിലേക്ക് റിട്ടേൺ ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? യെസ്, അതിനെ നമ്മൾ വെർട്ടിക്കൽ റേ ട്രേസ് ആണ്. ദ റിട്ടേൺ ഓഫ് ഇലക്ട്രോൺ ബീം ടു ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ സ്ക്രീൻ ടു ബിഗിൻ ദ നെക്സ്റ്റ് ഫ്രെയിം. ഓക്കെ, on some raster scan systems and TV sets, each frame is displayed in 2 passes using interlaced refresh procedure. Yes, raster scan systems ആയ TV സെറ്റ്സിലൊക്കെ ഫ്രെയിം ഡിസ്പ്ലേ ചെയ്യുന്നത് 2 പാസിലൂടെയാണ്. മീൻസ് ഒരു സിംഗിൾ പാസിൽ 2 പാസ് അവിടെ നടക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ പറയുന്നത് ഇന്റർലേസ്ഡ് റിഫ്രഷ് പ്രൊസീജിയർ. സോ ഇന്റർലേസ്ഡ് റിഫ്രഷ് പ്രൊസീജിയറിൽ എന്താ ചെയ്യുന്നത്? In the first pass, ഒന്നാമത്തെ പാസ്സിൽ the beam sweeps across every scan line. അതായത് ബീം സ്വീപ്പ് ചെയ്യുന്നത്, ബീം പാസ് ചെയ്യുന്നത് അല്ലെ സ്കാൻ ചെയ്യുന്നത് എല്ലാ ഈവൻ നമ്പേർഡ് സ്കാൻ ലൈനെ ആയിരിക്കും. ദെൻ സെക്കൻഡ്, അതായത് ആഫ്റ്റർ വെർട്ടിക്കൽ, എന്നിട്ടോ ഫസ്റ്റ് അതായത് സെക്കൻഡ് ബീം എവിടത്തേക്കും, അതായത് സെക്കൻഡ് സ്കാൻ ലൈൻ ഫുള്ള് സ്കാൻ ചെയ്ത് നെക്സ്റ്റ് അത് എവിടത്തേക്ക് പോകുന്നത് തേർഡ് സ്കാൻ ലൈൻ ആയിരിക്കില്ല, പകരം അത് ഫോർത്ത് സ്കാൻ ലൈനിലേക്ക് പോയി ദെൻ സിക്സ്ത് സ്കാൻ ലൈനിൽ പോയി അങ്ങനെ ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈനിലെത്തി. ദെൻ അത് അവിടെ നിന്ന് എന്ത് ചെയ്തു, വെർട്ടിക്കൽ റീട്രേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് സ്കാൻ ലൈനിൽ പോകും. പിന്നെ അത് റീട്രേസ് ചെയ്യാൻ പിന്നെ അത് സ്കാൻ ചെയ്യാൻ ഓഡ് നമ്പർ ആയിട്ടുള്ള സ്കാൻ ലൈനിലായിരിക്കും സ്കാൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർലേസിങ്ങിലെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ദ സ്ക്രീൻ ഈസ് ഡിസ്പ്ലേഡ് ഇൻ one half the time taken by the other method. യെസ്, ബാക്കി മെത്തേഡ് ടേക്ക് ചെയ്യുന്നതിൻ്റെ ഹാഫ് ടൈം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ ഇപ്പം 10 സ്കാൻ ലൈൻസ് ഉണ്ടെങ്കിൽ 5 സ്കാൻ ലൈനെ ഇവിടെ ഫസ്റ്റ് മൂവിൽ അതെന്തെങ്കിലും സ്കാൻ ചെയ്തു. സോ നമുക്കെന്താണ് ഹാഫ് ടൈമിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. എന്താണോ സ്ക്രീനിൽ അത് നമുക്ക് പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, സോ രണ്ടാമത്തെ കേസിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈവൻ നമ്പർ മീൻസ് ഓഡ് നമ്പറിലാണ് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ,
മറ്റേ കേസിൽ എന്താണ്, ആ 10 സ്കാൻ ലൈൻസിനെ ഫസ്റ്റ് തന്നെ സ്കാൻ ചെയ്ത് വെക്കും. ഓക്കെ, സോ അന്നേരം ടൈം കുറേ എടുക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈവൺ നമ്പറിലേനെ ഫസ്റ്റ് സ്കാൻ ചെയ്യും. സോ നമുക്കത് ചെയ്യും, അതിൻ്റെ ഹാഫ് ടൈമിൽ, സാധാരണ എടുക്കുന്നതിൻ്റെ ഹാഫ് ടൈമിൽ നമുക്ക് സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്ത് വരും. യൂസ്ഡ് വിത്ത് സ്ലോവർ റിഫ്രഷ് റേറ്റ് ടു അവോയ്ഡ് ഫ്ലിക്കർ. യെസ്, ഇവിടെ സ്ലോവർ റിഫ്രഷ് റേറ്റാണ് യൂസ് ചെയ്യുന്നത് ടു അവോയ്ഡ് ഫ്ലിക്കർ. ഫ്ലിക്കർ മീൻസ് നമുക്ക് ഒരു സ്റ്റഡിനെസ് ഇല്ലാണ്ട്, ഇങ്ങനെ മിന്നിങ് കിട്ടും ഉണ്ടാവില്ല, അത് ഇല്ലാണ്ട്. ഓക്കെ, an effective technique provides that the adjacent scan lines contain similar display information. More about scan conversion. The conversion of continuous quantities to discrete quantities can cause aliasing errors such as staircase effects. Okay, so that's all about raster scan display. Okay, thank you.